പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ സംശയകരമായ പാടുകളോ പരിക്കുകളോ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമീഷ പ്രദീപ് ചേരുന്നുണ്ട്. അമീഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിര, കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊരിക്കലും ഒരു കൊലപാതകമല്ല, ആത്മഹത്യ മാത്രമാണ് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ കുടുംബം ആത്മഹത്യ അല്ല, നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണെന്നതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരിക്കലും ഒരു കൊലപാതകമല്ല, ആത്മഹത്യ എന്ന് തന്നെയാണ്. എന്നാൽ കുടുംബം പറഞ്ഞിരുന്നത് ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം പോലും കുടുംബത്തെ അറിയിച്ചത് എന്നാണ്. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളൊന്നും കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. ഇതിനെല്ലാം ശേഷമാണ് മരണവിവരം പോലും കുടുംബത്തെ അറിയിച്ചത് എന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്താൻ എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. മാത്രമല്ല, ഈ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായാണ് ദിവ്യ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യ ഒരു തരത്തിലും കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റി നിർത്തുന്നില്ല. ദിവ്യ ഇതിൽ കുറ്റക്കാരി തന്നെയാണ് എന്ന് തന്നെയാണ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നത്. ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായാണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു ചടങ്ങിൽ എത്തുന്നതും മനഃപൂർവ്വം തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രം, നവീൻ ബാബുവിനെ മനഃപൂർവ്വം തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി കയറി വരുന്നു. പിന്നീട് ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന് മാനസികമായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ തരത്തിലാണ് കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒരു തരത്തിലും ദിവ്യ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നില്ല. മാത്രമല്ല, കുടുംബം ഈ ഒരു മരണത്തിൽ സംശയമുണ്ട്. ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. തങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള തരത്തിൽ പോലും ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തരത്തിലാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തിൽ, അതായത് പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, CBI അന്വേഷണം വേണമെന്നെല്ലാം പറഞ്ഞ് കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ഒരു CBI അന്വേഷണത്തെ പോലും സർക്കാർ വളരെ ശക്തമായി എതിർത്തിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാർക്കെതിരെയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷമടക്കം ഈ സർക്കാരിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ദിവ്യ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതുകൊണ്ട്, ഒരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട്, CPM പ്രവർത്തകയായതുകൊണ്ട് തന്നെ ഈ ഒരു ദിവ്യ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാതെ, മനഃപൂർവ്വം ദിവ്യ ഒരു തരത്തിലും കുറ്റവാളി എന്ന രീതിയിലാക്കാതെ ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ആണ് സർക്കാർ അല്ലെങ്കിൽ CPIM ഈ ഒരു CBI അന്വേഷണത്തിൽ ഒരു തരത്തിലും ഈ ഒരു CBI അന്വേഷണം കൈമാറാതെ, പോലീസ് അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരാണ്, ഈ ഒരു അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് വരികയുണ്ടായി. എന്നാൽ കുടുംബത്തിന് ഇതൊരു മരണം, അതായത് ഈ ഒരു മരണം, ADM നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം കോടതിയെ സമീപിക്കുന്നത്. ഈ ഒരു CBI അന്വേഷണത്തിലേക്ക് വരണം, അല്ലെങ്കിൽ CBI ഇത് ഏറ്റെടുത്ത് അന്വേഷിക്കണം എന്നെല്ലാം. എന്നാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരുന്നത്. നിലവിൽ ഈ ഒരു അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്. നിലവിൽ CBIക്ക് ഈ ഒരു അന്വേഷണം കൈമാറേണ്ട ആവശ്യമില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBIയും പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ADM നവീൻ ബാബുവിൻ്റെ മരണം ഇതൊരു കൊലപാതകമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഫോറൻസിക് സംഘം പറയുന്നത്. ആതിര. ശരി അമീഷ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണത്തെ ഭയക്കുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ദിവ്യയെ സംരക്ഷിക്കാനാണ് CBI